വെൽക്കം ടു ഷിവാസ് റെസിപ്പീസ്. ഇന്നത്തെ റെസിപ്പി ഉള്ളിത്തീയലാണ്. ഇതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചെറിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞത്, അരമുറി തേങ്ങ തിരുമിയത്, കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, വെളിച്ചെണ്ണ, പച്ചമുളക്, വാളംപുളി വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്, വറ്റൽമുളക്, കറിവേപ്പില, കടുക്. ഇനി പ്രിപ്പറേഷൻ നോക്കാം. തീയലിനുള്ള തേങ്ങ വറക്കാനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് അല്പം എണ്ണ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒഴിക്കാതെ നമുക്ക് തേങ്ങ വറക്കാം. ഞാനിപ്പോൾ അല്പം എണ്ണ ഒഴിച്ചെന്നേ ഉള്ളൂ. അതിലേക്ക് 4 ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തു. ഇത് രണ്ടും മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായി ഇളക്കി വറുത്തെടുക്കാം. ബ്രൗൺ നിറമാകുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇതിലേക്കിപ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും പൊടികളാണ് നമ്മൾ ചേർക്കുന്നത്. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊടികൾ ചേർക്കാൻ. പൊടികളെല്ലാം നന്നായി ഇളക്കി വറുത്തെടുക്കാം. തേങ്ങയും പൊടിയും എല്ലാം നന്നായി വറുത്ത് നല്ല ബ്രൗൺ നിറമായിട്ട് വരണം. കരിയാതെ ഇളക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ തേങ്ങയും പൊടികളും എല്ലാം നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ചൂടൊന്ന് ചെറുതായിട്ട് കുറഞ്ഞതിന് ശേഷം നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. അതിലേക്ക് അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. തരിയില്ലാതെ വേണം അരയ്ക്കാൻ. ഇനി മറ്റൊരു പാൻ ചൂടാക്കാൻ വെക്കുക. അതിലേക്ക് എണ്ണ ഒഴിക്കാം. കടുകിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഉള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. നന്നായി വഴറ്റാം. ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഉള്ളിയും പച്ചമുളകും എല്ലാം നന്നായി വഴറ്റിയിട്ട് അതിലേക്ക് നമുക്ക് നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം. നന്നായി അരിച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് നോർമലല്ല ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളം ഒഴിക്കരുത്. എന്നിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പും ഉള്ളിയും എല്ലാം ഒന്ന് ചെറുതായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്, പച്ചവെള്ളം ഒഴിക്കത്തില്ല. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് തിളപ്പിക്കാം. ഇപ്പോൾ നന്നായി തിളച്ച് വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ആദ്യം പുളി ചേർക്കാത്തവർക്ക് ഈ സമയത്ത് പുളി ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർക്കാം.
ഇത്രയേ ഉള്ളൂ തീയലിൻ്റെ പ്രിപ്പറേഷൻ. താങ്ക് യു ഫോർ വാച്ചിങ്.